നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, നമുക്ക് നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ എന്നോടൊപ്പം ആ ചുട്ടുപൊള്ളുന്ന ഓസ്ട്രേലിയൻ മരുഭൂമിയിലേക്കൊന്ന് വരാമോ? ചുവന്ന മണ്ണുള്ള വിശാലമായ ഭൂപ്രകൃതിയിലൂടെ നടക്കുന്ന ഒരു ഫീൽഡ് ബയോളജിസ്റ്റായി എന്നെ ഒന്ന് സങ്കൽപ്പിക്കുക. ഈ കടുത്ത ചൂടിലും അനായാസം ജീവിക്കുന്ന ചുവന്ന കങ്കാരുക്കളെയാണ് നമ്മളിന്ന് നിരീക്ഷിക്കാൻ പോകുന്നത്. ഇവർ വെറുമൊരു മൃഗമല്ല കേട്ടോ, പ്രകൃതിയുടെ ശരിക്കുമൊരു അത്ഭുതമാണ്. ഇവരുടെ ശരീരഘടനയിലെ ചില രഹസ്യങ്ങളും അതോടൊപ്പം ആ വലിയ കാട്ടിൽ അവർ യഥാർത്ഥത്തിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന അമ്പരപ്പിക്കുന്ന കാര്യവുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പോ തുടങ്ങാമല്ലേ? ആദ്യം തന്നെ നമുക്ക് ജീവശാസ്ത്രത്തിലെ വലിയൊരു ചോദ്യം ചോദിക്കാം. താരതമ്യ ബയോമെക്കാനിക്സിലെ ഒരു ഡാർക്ക് മാറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. നമ്മളൊക്കെ ഒന്ന് വേഗത്തിലോടിയാൽ എന്തവസ്ഥ? വേഗത്തിൽ കിതച്ചുപോകും, അല്ലേ? വേഗത കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഊർജ്ജവും തീർന്നുപോകും. നായ്ക്കളിലും കുതിരകളിലുമൊക്കെ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ കങ്കാരുക്കളുടെ കാര്യം അങ്ങനെയല്ല. എത്ര വേഗത്തിൽ കുതിച്ചു ചാടിയാലും ഇവരുടെ ഊർജ്ജം അധികമായി നഷ്ടപ്പെടുന്നില്ല. ഉപാപചയ നിരക്ക് അഥവാ മെറ്റബോളിക് റേറ്റ് കൂടുന്നതേയില്ല. മറ്റ് മൃഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇവരെങ്ങനെയാണ് ഈ മാജിക് കാണിക്കുന്നത്? ഒരു ജീവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്നെ കാലത്തും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണിത്. ഇതിന്റെ ഉത്തരം കൃത്യമായി ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ അസാധാരണമായ ശരീരഘടനയിലാണ്. ഈ കാണുന്ന കങ്കാരുക്കളുടെ പിൻകാലുകളുടെ മാതൃകയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ പിൻകാലുകൾ കൂടുതൽ വളയുന്നു, അതായത് ഒരു ക്രൗച്ചിംഗ് പൊസിഷനിലേക്ക് മാറുന്നു. ഇങ്ങനെ വളയുമ്പോൾ കണങ്കാലിലെ ഇഫക്റ്റീവ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ EMA യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് തോന്നാമെങ്കിലും ഇതിലൊരു വലിയ രഹസ്യമുണ്ട്. എന്താണ് ഈ ഇഫക്റ്റീവ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ പേശികൾക്ക് എത്രമാത്രം സ്ട്രെയിൻ അഥവാ ഭാരമെടുക്കേണ്ടി വരും എന്ന് തീരുമാനിക്കുന്ന കാര്യമാണിത്. സാധാരണയായി പേശികൾ പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് വേഗത്തിൽ ക്ഷീണം സംഭവിക്കും. എന്നാൽ കങ്കാരുക്കളുടെ കാലുകൾ ജീവശാസ്ത്രപരമായ ഒരു വലിയ പോഗോസ്റ്റിക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാലുകളിലെ ഈ പ്രത്യേക ഘടന പെട്ടെന്ന് തളർന്നുപോകുന്ന പേശികളെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് ആ ജോലിയെ നേരിട്ട് ഇലാസ്റ്റിക് സ്വഭാവമുള്ള ടെൻഡനുകളിലേക്ക്, അതായത് സ്നായുക്കളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ചാട്ടത്തിന്റെ വേഗത കൂടുമ്പോൾ കെങ്കാരുക്കളുടെ പോസ്ചർ മാറുന്നു, കാലുകൾ കൂടുതൽ വളയുന്നു. അപ്പോ ആ ടെൻഡനുകളുടെ പ്രഷർ അങ്ങ് കൂടുന്നു. ഒരു വലിയ കരുത്തുറ്റ സ്പ്രിങ് പോലെ അവ ഈ ഇലാസ്റ്റിക് ഊർജ്ജം സംഭരിക്കുകയും തൊട്ടടുത്ത നിമിഷം ഒരു തുള്ളി ഊർജ്ജം പോലും പാഴാക്കാതെ അത് പുറത്തുവിടുകയും ചെയ്യുന്നു. തികച്ചും സൗജന്യമായി അവർക്ക് ഊർജ്ജം തിരികെ കിട്ടുകയാണ്. പ്രകൃതിയുടെ ഒരു കിടിലൻ എഞ്ചിനീയറിംഗ് തന്നെയാണിത്, അല്ലേ? അതുകൊണ്ടാണ് അവർക്കധികം ക്ഷീണിക്കാതെ മണിക്കൂറുകളോളം അതിവേഗത്തിൽ കുതിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു ചെറിയ കളിയല്ല കേട്ടോ. അവിടെ നടക്കുന്ന ഭൗതികശാസ്ത്രം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കങ്കാരുക്കളുടെ ഈ അക്യുലസ് ടെൻഡനുകൾ അതിഭീകരമായ സമ്മർദ്ദത്തിലാണ് ഓരോ തവണയും പ്രവർത്തിക്കുന്നത്. അവരുടെ സേഫ്റ്റി ഫാക്ടർ വെറും 2നും താഴെയാണ്. സാധാരണ മൃഗങ്ങളിൽ ഇതിലും വളരെ കൂടുതലായിരിക്കും. ഇതിനർത്ഥമെന്താണെന്നോ, ഈ കങ്കാരുക്കൾ ഓരോ തവണ കുതിക്കുമ്പോഴും അവരുടെ കാലുകളിലെ ടെൻഡനുകൾ പൂർണ്ണമായും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുടെ തൊട്ടരികളിലൂടെയാണ് അവർ പോകുന്നത്. അല്പമൊന്ന് പിഴച്ചാൽ തീർന്നു. അത്രയും വലിയ റിസ്ക് എടുത്താണ് അവർ ഓരോ ചാട്ടവും ചാടുന്നത്. അപ്പോ ഒരു ഫീൽഡ് ബയോളജിസ്റ്റ് എന്ന നിലയിൽ എന്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. പരിണാമം ഇത്രയും അപകടകരവും എന്നാൽ അതീവ ഊർജ്ജക്ഷമമായ ഒരു രക്ഷപ്പെടൽ തന്ത്രം അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഏതു വലിയ ഭീകരനിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടാനാണ് അവരിത് ഉപയോഗിക്കുന്നത്? ആരാണ് കാട്ടിൽ ഇവരുടെ ഈ അത്ഭുതകരമായ പ്രതികരണത്തെ രൂപപ്പെടുത്തിയത്? ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ നേരെ ടാസ്മാനിയയിലെ നിഗൂഢമായ യൂക്കലിപ്റ്റസ് കാടുകളിലേക്ക് പോവുകയാണ്. അവിടെ ഡോക്ടർ ലിയാന സാനറ്റും അവരുടെ ടീമും വളരെ രസകരമായൊരു പരീക്ഷണം നടത്തി. കാട്ടിലെ മരങ്ങൾക്കിടയിൽ ആരും അറിയാതെ അവർ ഒളിക്യാമറകളും സ്പീക്കറുകളും സ്ഥാപിച്ചു. വന്യമൃഗങ്ങൾ യഥാർത്ഥത്തിൽ ആരെയാണ് ഭയക്കുന്നത് എന്ന് അവരുടെ സ്വാഭാവിക ചുറ്റുപാടിൽ വെച്ച് തന്നെ മനസ്സിലാക്കാനായിരുന്നു ഇത്. ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പ് വളരെ ഗംഭീരമായിരുന്നു. ഏതെങ്കിലും ഒരു മൃഗം ഈ സ്പീക്കറിന്റെ 10 മീറ്റർ ചുറ്റളവിൽ വന്നാൽ ഉടനെ ക്യാമറകളും സ്പീക്കറും തനിയെ ഓണാകും. എന്നിട്ട് പലതരം ശബ്ദങ്ങൾ അവരെ കേൾപ്പിക്കും. ഉദാഹരണത്തിന് മനുഷ്യരുടെ ശാന്തമായ സംസാരം, നായ്ക്കളുടെ കുര, ടാസ്മാനിയൻ ഡെവിളുകളുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം, ചെന്നായ്ക്കളുടെ ഓരിയിടൽ എന്നിങ്ങനെ. കൂട്ടത്തിൽ ഭീഷണിയില്ലാത്ത ആടുകളുടെ ശബ്ദവും വെച്ചിരുന്നു. ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഉടനെ മൃഗങ്ങൾ ഓടുമോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഇത്. എന്നിട്ട് അവരുടെ പ്രതികരണം സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ശാസ്ത്രലോകം ശരിക്കും ഞെട്ടിപ്പോയി. ഈ മൃഗങ്ങൾ
മറ്റെന്തിനേക്കാളും 2.4 മടങ്ങ് കൂടുതൽ ഭയന്നോടിയത് ഏത് ശബ്ദം കേട്ടപ്പോഴാണെന്നോ? അത് അലറുന്ന ടാസ്മേനിയൻ ഡെവിലിന്റെയോ കുറയ്ക്കുന്ന നായയുടെയോ ശബ്ദം കേട്ടായിരുന്നില്ല, മറിച്ച് മനുഷ്യരുടെ വളരെ ശാന്തമായ സംസാരം കേട്ടപ്പോഴാണ്. വെറുമൊരു മനുഷ്യന്റെ സാധാരണ സംസാരം കേട്ടപ്പോൾ തന്നെ കങ്കാരുക്കളും വാലബികളും ജീവനും കൊണ്ട് പാഞ്ഞു. ഈ ചാർട്ട് ഒന്നുകൂടി നോക്കൂ. അവിടെയുള്ള എല്ലാ മാർസുപ്പിയൽ വർഗ്ഗങ്ങളും കൃത്യമായി ഇതേ പാറ്റേണിലാണ് പ്രതികരിച്ചത്. അവർക്ക് ഏറ്റവും പേടിയുള്ള രണ്ടാമത്തെ മൃഗത്തേക്കാൾ ഇരട്ടിയിലധികം പേടിയാണ് അവയ്ക്ക് നമ്മളോട്, അതായത് മനുഷ്യരോടുള്ളത്. ഒരു നായ ഉച്ചത്തിൽ കുരയ്ക്കുന്നതിനേക്കാൾ അവർ ഭയപ്പെടുന്നത് നമ്മൾ വളരെ ശാന്തമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ്. ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഓസ്ട്രേലിയയിൽ നിലവിൽ വലിയ മാംസഭോജികളൊന്നുമില്ല. എന്നിട്ടും സ്വന്തം നാട്ടുകാരായ ടാസ്മാനിയൻ ഡെവിളുകളെക്കാളും പുറത്തുനിന്നെത്തിയ നായ്ക്കളെക്കാളും അവർ ഭയപ്പെടുന്നത് മനുഷ്യനെയാണ്. കഴിഞ്ഞ 50,000 വർഷങ്ങളായി മനുഷ്യൻ എന്ന ഈ സൂപ്പർ പ്രെഡേറ്ററിനോടുള്ള ആഴത്തിലുള്ള ഭയം അവരുടെ ജീനുകളിൽ അങ്ങനെ പതിഞ്ഞുകിടക്കുകയാണ്. അവർക്കതാണ് ഏറ്റവും വലിയ പേടി സ്വപ്നം. ഈ കാര്യത്തിൽ ഡോക്ടർ ലിയാന സാനെറ്റ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി തന്നെയാണ്. നമ്മൾ മനുഷ്യർ ഒരുതരം അദൃശ്യരായ കൊലയാളികളാണ്. കാട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒരു വലിയ വേട്ടക്കാരനായിട്ടൊന്നും കണക്കാക്കാറില്ല. പക്ഷെ വന്യജീവികൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ നമ്മളെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഇതിന് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുമുണ്ട്. കാരണം ഈ ഭയം തന്നെ അവരുടെ ജീവിത രീതിയെയും ആവാസവ്യവസ്ഥയെയും മൊത്തത്തിൽ മാറ്റിമറിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ അപകടകാരികളാണ് നമ്മളെന്ന് ഇത് തെളിയിക്കുന്നു. അപ്പോ ഈ വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രകൃതിയിലെ ഏറ്റവും മികച്ച രക്ഷപ്പെടൽ വിദഗ്ധരായ ഈ കങ്കാരുക്കൾ ഒരു വേട്ടക്കാരന്റെ കൂർത്ത പല്ലുകളെക്കാളും നമ്മുടെ ഒരു ചെറിയ ശബ്ദത്തെയാണ് ഭയപ്പെടുന്നതെങ്കിൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു ചെറിയ സാന്നിധ്യം ആ പ്രകൃതിയിലുണ്ടാക്കുന്ന ഓളങ്ങൾ എത്ര വലുതായിരിക്കും? നമ്മുടെ അദൃശ്യമായ ആ കാൽപ്പാടുകൾ വന്യമൃഗങ്ങളെയും കാടിനെയും എത്രത്തോളം മാറ്റിമറിക്കുന്നുണ്ടാകും? ഈയൊരു ചിന്തയോടെ നമുക്കിത് അവസാനിപ്പിക്കാം. പ്രകൃതിയുടെ ഇത്തരം അവിശ്വസനീയമായ കൂടുതൽ രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.